ഹലോ എവ്രി വൺ, ട്രാവൽ വിത്ത് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കുന്നത്. ഇവിടെ ജർമ്മനിയിലെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ വർക്കും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ അധികം സമയമൊന്നും കിട്ടാറില്ല. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു മൊറോക്കോ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ നേഴ്സിങ്ങിൻ്റെ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൊറോക്കോ ഡിഷാണ്. ലഹംബൽ ബർക്കോക്ക് എന്നാണ് ഈ ഡിഷിൻ്റെ പേര്. ഷീസ് ഇമാനി ഹിലാലി നസിയ ഫ്രം മൊറോക്കോ. ജർമ്മനിയിൽ എൻ്റെ വളരെ ചുരുക്കം ഫ്രണ്ട്സിലെ ഒരാളാണ് ഇമാൻ. ഇന്ന് ഇമാനാണ് ഈ ഡിഷ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇന്ന് വെറും ക്യാമറ വുമൺ മാത്രമാണ്, ബിഹൈൻഡ് ദ ക്യാമറ മാത്രമാണ് ഞാൻ ഇന്നുള്ളത്. ലഹംബൽ ബർക്കോക്ക് എന്ന് പറയുന്ന ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബീഫിൻ്റെ ഇറച്ചിയാണ്. എല്ലോട് കൂടിയ ബീഫിൻ്റെ പീസാണ് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ചെറിയ മധുരത്തോടു കൂടി എന്നാൽ ആ മധുരം ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ടേസ്റ്റുള്ള ഡിഷസുകളാണ് മൊറോക്കൻ ഡിഷസ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യൻ സ്പൈസസ് ഉള്ളതുപോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സ്പൈസസ് മൊറോക്കോക്കാർക്കുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് പോലെ അത്ര സ്ട്രോങ് അല്ല എന്നുള്ളൊരു വ്യത്യാസം. ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജർമ്മൻ ഭാഷയിലാണ്. അവളുടെ അമ്മയാണ് ഈ സ്പൈസസ് ഒക്കെ മൊറോക്കോയിൽ നിന്ന് അയച്ചു കൊടുത്തതെന്നും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഹംബൽ ബർക്കോക്ക് എന്ന് പറയുന്ന ഡിഷാണെന്നും അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെയാണ് അവൾ നേരത്തെ പറഞ്ഞത്. ഇതില് നമ്മുടെ പ്ലംസ്, അതായത് ഡ്രൈ ആയിട്ടുള്ള പ്ലംസ് നമ്മളിങ്ങനെ വേവിച്ചിട്ട് ഷുഗറൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പുറത്ത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മഞ്ഞപ്പൊടി, നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സ്പൈസസും ഇവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് പോലെ അത്ര സ്ട്രോങ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല മണമൊക്കെയുള്ള സ്പൈസസ് തന്നെയാണ് മൊറോക്കൻ സ്പൈസസ് എന്ന് പറയുന്നത്. ഈ കവറിൽ കാണുന്ന സ്പൈസസ് എല്ലാം അവളുടെ അമ്മ മൊറോക്കോയിൽ നിന്ന് പുതുതായിട്ട് അയച്ചു കൊടുത്ത സ്പൈസസ് ആണ്. ഇതിനകത്ത് നമ്മളുടേതുള്ളതുപോലെ ബേ ലീവ്സും അതുപോലെ തന്നെ ചില്ലി പൗഡറും നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ ഇഞ്ചിപ്പൊടിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് സ്മിന്ത് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതും മൊറോക്കോയിൽ നിന്ന് അവളുടെ അമ്മ അയച്ചു കൊടുത്തതാണ്. നമ്മുടെ നെയ്യ് പോലെയാണ് ഇത് കാണാനായിട്ടിരിക്കുന്നത്. ഒരു ബട്ടറി കൈൻഡ് ഓഫ് ടേസ്റ്റ് ഒക്കെയാണ് ഇതിനുള്ളത്. ഇതിവർ ഒലീവ് ഓയിലിൻ്റെ കൂടെ ഈ ഡിഷിൽ ഉപയോഗിക്കാറുണ്ട്. ഈ ഡിഷിനൊരു കളറൊക്കെ കിട്ടാനായിട്ട് സാഫ്രോണിൻ്റെ പൊടി ഉപയോഗിക്കാറുണ്ട്. ഇത് ശരിക്കുള്ള സാഫ്രോൺ അല്ല, ജസ്റ്റ് കളറിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ മീറ്റ് വേവിക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള സോൾട്ടും അതുപോലെ സ്പൈസസും ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വേവിക്കാൻ വെച്ച മീറ്റിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും അതുപോലെ തന്നെ പെറ്റാസീലിയുടെ പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിപ്പൊടിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. Wie nenne ich das für dich? Das ist andere. Das ist andere, weil lass mich riechen. കുട്ടിക്ക് ഇത് ഏത് മസാലയാണെന്ന് മനസ്സിലായില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ജസ്റ്റ് സ്മെല് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള മസാലകളുടെ കൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ അതിന്റെ എല്ലാ സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും ഇത് ഏത് മസാലയാണെന്ന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. ഇതിലേക്ക് കളർ കിട്ടാനായിട്ട് അവൾ സാഫ്രോണിന്റെ പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. സ്മിന്ത്, ഓക്കേ. അങ്ങനെ ഈ മസാലയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിക്കാനായിട്ട് പോവുകയാണ്. ഒലീവ് ഓയിലാണ് മൊറോക്കൻ ഡിഷസിന് ഉപയോഗിക്കുന്നത്. അവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലുകളാണ്. അത് ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓയിലാണെന്നാണ് ഇമാൻ പറയുന്നത്. ഇതിലേക്ക്
തൊലി ക്ലീൻ ചെയ്ത ഗാർലിക് അങ്ങനെ തന്നെ ഇടുവാണ് ചെയ്യുന്നത്. അവരങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടല്ല ഇടുന്നത്. അത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ഈ ഡിഷിലേക്ക് ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ആവി വന്ന ഈ മീറ്റിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഇട്ട് കൊടുത്ത മസാലയും അതുപോലെ തന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്ത ഒണിയനും മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വളരെ സ്ലോ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കുന്ന ഒരു രീതിയാണ് മൊറോക്കൻ ഡിഷസിന് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയമെടുത്ത് കുക്ക് ചെയ്യുന്നത് കൊണ്ട് മീറ്റ് നല്ല ഫ്ലേവർഫുള്ളായിരിക്കും. മീറ്റ് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മളിത് ഇവിടെ ആൽമണ്ട്സ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ കളയാനായിട്ട് പോവുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ ഈ ആൽമണ്ട്സ് ബട്ടറിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മളെ മീറ്റ് ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള പ്ലംസ് ആണ്. അതിങ്ങനെ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഷുഗറും അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ ഒരു സിറപ്പും ആഡ് ചെയ്താണ് എടുക്കുന്നത്. Bisschen von das. Bisschen. Leute, ein bisschen. Da. ഈ വേവിച്ച് വെച്ച ഫ്ലംസിലേക്ക് നമ്മൾ മീറ്റിൽ നിന്ന് കുറച്ചുകൂടി ചാറെടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആക്കാനും അതുപോലെ വേവിക്കുന്ന സമയത്ത് ഒന്നുകൂടി തിക്കാവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമ്മളെ മീറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ കുക്കായിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഗ്രേവിയൊക്കെ തിക്കനായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇപ്പോൾ ഈ ഡിഷ് ഇരിക്കുന്നത്. അവളിപ്പോൾ അതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 2 മണിക്കൂറിന് മേളിൽ എടുത്തിട്ടാണ് ഈ മീറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫ്ലേവറും ഈ മീറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സെർവിങ് പ്ലേറ്റിൽ മാറ്റുന്ന സമയത്ത് തന്നെ ഈ എല്ലിൽ നിന്ന് ഇങ്ങനെ മജ്ജ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു.
rausgegangen. So. Marokkanisches Futtern, du machst das so. അങ്ങനെ നമ്മുടെ ലഹംബൽ ബർക്കോക്ക് എന്ന് പറയുന്ന ഈ ഡിഷ് ദേ ഇവിടെ ഫിനിഷ് ആയിട്ടിരിക്കുകയാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആൽമണ്ട്സും പ്ലംസും അതിലേക്ക് വെള്ള കളർ എള്ളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഡിഷ് സെർവ് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ റിച്ച് ലുക്ക് നൽകുന്ന ഒരു ഡിഷാണ് ലഹംബൽ ബർക്കോക്ക് എന്ന് പറയുന്നത്. ആൻഡ് നൗ ഇറ്റ്സ് ദി ടേസ്റ്റിംഗ് ടൈം. ഞങ്ങളിത് കഴിച്ചത് ഇവിടുന്ന് മേടിച്ച ബ്രെഡിൻ്റെ കൂടെയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരള പൊറോട്ടയുടെ കൂടെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. ഇതിലെ ആൽമണ്ട്സിനും അതുപോലെ തന്നെ പ്ലംസിനും ഇതിലെ ചാറിനും മീറ്റിനും ഒക്കെ ഫ്ലേവറാണ്. എവ്രി ബൈറ്റ് ഹാസ് ഫ്ലേവർ. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് ഈ ഡിഷ് എനിക്ക് തന്നത്. ഇതിൻ്റെ ഷുഗറി ആയിട്ടുള്ള പ്ലംസും അതുപോലെ തന്നെ ഈ മീറ്റും കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപാര ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ബിയോണ്ട് മൈ ഇമാജിനേഷൻ. ഇതിനിടയിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് മൊറോക്കോയിൽ നിന്നുള്ള ഡ്രസ്സാണ്. ഇറ്റ് ഈസ് കോൾഡ് ഗൻഡോറ. നമ്മുടെ കഫ്താന് സിമിലർ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ ടു വെയർ, ലൈറ്റ് വെയ്റ്റ്. സോ വി ആർ ഈറ്റിംഗ് മറാക്കിഷ് ഡിഷ് വിത്ത് മൊറോക്കൻ ഡ്രസ്. ഈ മീറ്റ് നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ ഇതിന് എള്ളിൽ നിന്ന് മജ്ജ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ഈ ചാറിൻ്റെ കൂടെ മിക്സാക്കി ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ഫ്ലേവർഫുള്ളായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു ഡിഷുകളിൽ ഒന്നാണ് ലഹംബൽ ബർക്കോക്ക് എന്ന് പറയുന്നത്. ഇതിലെ എല്ലാ സ്പൈസസും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും കുക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചിട്ടും ഇത് തിന്ന് തീർക്കാനായിട്ട് പറ്റിയില്ല. ഇറ്റ് വാസ് മോർ ഫോർ 2 persons. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.